ഡിയർ ഓൾ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അനലിറ്റിക് ഫങ്ഷൻസിനെ കുറിച്ചാണ്. കോംപ്ലക്സ് അനാലിസിസിൻ്റെ സെൻട്രൽ തീമാണ് അനലിറ്റിക് ഫങ്ഷൻസിൻ്റെ സ്റ്റഡി. നമുക്കതിൻ്റെ ഡെഫിനിഷനും കുറച്ച് എക്സാമ്പിൾസും ഈ സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാം. See, this is the definition of analyticity. A complex function w equal to f of z is said to be analytic at a point z0 if f of z is differentiable at every point in some neighborhood of z0. W equal to f of z is said to be analytic in a domain D if it is analytic at every point in D. അപ്പോൾ എന്താണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഒരു പോയിന്റിന് അനലിറ്റിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോൺസെപ്റ്റ്? റിക്വയർമെൻറ്റ് എന്താണ്? ഡിഫറൻഷ്യബിലിറ്റിയാണ് അതിനാവശ്യം വേണ്ടത്. ഓക്കെ, അനലിറ്റിക് z0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഡിഫറൻഷ്യബിൾ അറ്റ് z0. പക്ഷേ z0ൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയ പോരാ. നോക്കൂ, എഫ് ഓഫ് z ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എവറി പോയിന്റ് ഇൻ സം നൈബർഹുഡ് ഓഫ് z0. അപ്പോൾ z0ൽ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവാനുള്ള റിക്വയർമെൻറ്റ് z0ൻ്റെ ഒരു നൈബർഹുഡിൽ ത്രൂ ഔട്ടായിട്ട് ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവുക എന്നുള്ളതാണ്. z0ൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് കാര്യമില്ല. z0ൻ്റെ ഒരു നൈബർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഡിസ്ക് സെൻറ്റേർഡ് അറ്റ് z0 അല്ലേ? അപ്പോൾ ഒരു ഓപ്പൺ ഡിസ്ക്, അതിൻ്റെ സൈസ് റേഡിയസ് എത്രയോ ആവാം, ഏതെങ്കിലും ഒരു നൈബർഹുഡിൽ മതി. z0 ഉൾപ്പെടുന്ന z0ൻ്റെ സെൻറ്ററായിട്ടുള്ള ഒരു നൈബർഹുഡിൽ അഥവാ ഒരു ഡിസ്കിന് അകത്തുള്ള എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ പറയും z0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എന്ന് പറയും. ഇങ്ങനെ ഒരു ഡൊമൈനകത്തുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ആ ഡൊമൈനിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് അപ്പോൾ അനലിറ്റിസിറ്റിയുടെ റിക്വയർമെൻറ്റ് ഡിഫറൻഷ്യബിലിറ്റിയിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയനും അനലിറ്റിസിറ്റിക്കും ബാധകമാണ്. അനലിറ്റിസിറ്റി ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ അനലിറ്റിസിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്താൽ മതി അല്ലേ? ഡിയിലുള്ള എല്ലാ പോയിന്റിലെയും ഡിഫറൻഷ്യബിലിറ്റി അഥവാ കോഷി-റീമാൻ ഇക്വേഷൻസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഡിഫറൻഷ്യബിലിറ്റിക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് എല്ലാം ഇവിടെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഫോർ അനലിറ്റിസിറ്റി ഓർ ക്രൈറ്റീരിയം ഫോർ അനലിറ്റിസിറ്റി. See, this is the necessary condition for analyticity is Cauchy-Riemann equation, satisfaction of Cauchy-Riemann equations. See the statement: if w equal to f of z equal to u plus iv is analytic in a domain D, then its real part u equal to real part of f and v equal to imaginary part of f must satisfy the Cauchy-Riemann equations in D. That is, ux should be equal to vy and uy equal to negative vx at every point in D. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്ന ഡൊമൈനിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആവില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ അനലിറ്റിസിറ്റി. നൗ ലെറ്റ്സ് സീ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ അനലിറ്റിസിറ്റി. See, this is the sufficient condition for analyticity. Suppose that a complex function w equal to f of z equal to u plus iv, u is the real part and v is the imaginary part of the function f of z, satisfies the following conditions. Condition number 1, first order partial derivatives of u and v are exist and continuous in D. Okay, so D is the domain of definition. എവിടെയാണോ നമ്മൾ അനലിറ്റിസിറ്റി ചെക്ക് ചെയ്യുന്നത് ആ ഡൊമൈനാണ് ഡി. അപ്പോൾ ഡി എന്ന് പറയുന്ന ഡൊമൈനിൽ ഈ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അതായത് യുവിൻ്റെ 2 ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് യു എക്സ് യു വൈ, വിയുടെയും 2 എണ്ണം വി എക്സ് വി വൈ, ഈ 4 എണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ കണ്ടിന്യൂസുമാണ്. എവിടെ? ആ ഡൊമൈന് ത്രൂ ഔട്ടായിട്ട് കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് കോഷി-റീമാൻ ഇക്വേഷൻസ്, ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു നെഗറ്റീവ് uy equal to negative vx, sorry, uy equal to negative vx. That is, Cauchy-Riemann equations are satisfied at every point in the domain D. Okay, then we can conclude that f of z equal to u plus iv is analytic in D. അപ്പോൾ ഒരു തന്നിട്ടുള്ളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇത് ചെയ്താൽ മതി. ജസ്റ്റ് കമ്പ്യൂട്ട് ദെയർ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് യു ആൻഡ് വി, confirm whether they are continuous, and then confirm the Cauchy-Riemann equations. Okay, Cauchy-Riemann equations satisfy ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്നുള്ളത്. അപ്പോൾ Cauchy-Riemann ഇക്വേഷൻ സഫിഷ്യൻറ്റ് കണ്ടീഷനും കൂടെ ആയി മാറുന്നുണ്ട്, പ്രൊവൈഡഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻവോൾവ് ഇൻ ദി Cauchy-Riemann equations ആർ കണ്ടിന്യൂസ് ഇൻ ദി ഡൊമൈൻ. ഓക്കെ, എവിടെയാണോ നമുക്ക് അനലിറ്റിസിറ്റി ചെക്ക് ചെയ്യേണ്ടത് ആ ഡൊമൈനിൽ. Okay, now let's see some examples.
See, f of z equal to mod z. Mod z is nowhere analytic. Why it is nowhere analytic? Let's see. നമുക്കിതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഒന്ന് നോക്കാം. So u equal to real part of f. What is real part of f? Mod z ഉണ്ട്. What is mod z? Mod z is x square root of x square plus y square അല്ലേ? So ഇതിന് റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് ഇല്ല. So that is square root of x square plus y square. And v is the imaginary part is 0. ഇമാജിനറി പാർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാം. u sub x and u sub y. So u sub x 1 by 2 times root of x square plus y square, സ്ക്വയർ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, അതായത് എക്സ് ബൈ സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും അല്ലേ? ഓക്കെ, സോ ദിസ് ഇസ് യു സബ് എക്സ്. യു സബ് വൈ എന്ത് വരും? യു സബ് വൈ ഈക്വൽ ടു 1 by 2 times root x square plus y square into 2y, അതായത് y by സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വി എക്സും വി വൈയും 0 ആണ് വരിക, ബിക്കോസ് വി ഈക്വൽ ടു 0. ഓക്കെ, ഇനി കോഷി റിമാൻ ഇക്വേഷൻസ് ട്രൂ ആവുന്നുണ്ടോ നോക്കൂ. ഇവിടെ യു എക്സും വി വൈയും ശരിയാവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് അല്ലേ? യു എക്സ് കിട്ടിയാൽ നമുക്ക് എന്താണ്? വി ഹാവ്, see, all these partial derivatives are continuous, right? All the partial derivatives ux എന്താണ്? x by square root x square plus y square, and uy എന്താണ്? y by square root x square plus y square. Okay, and vx is 0, vy equal to 0. ഇതെല്ലാം all the partial derivatives exist and continuous. എവിടെ? 0 അല്ലാത്ത പോയിന്റ് അല്ല. യു എക്സും യു വൈയും 0 ഡിഫൈൻഡ് അല്ല. ഓക്കെ, എക്സെപ്റ്റ് അറ്റ് 0, അതായത് ദറ്റ് ഈസ് z ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലൊഴികെ ബാക്കി എല്ലായിടത്തും ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആണ്. പക്ഷേ കോഷി റിമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? യു എക്സ് ഈക്വൽ ടു വി വൈ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എക്സ് ബൈ സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 0 ആയിരിക്കണം അല്ലേ? ബട്ട് യു എക്സ് ഈക്വൽ ടു വി വൈ ഇംപ്ലൈസ് എക്സ് ബൈ സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ has to be 0. This means when x equal to 0. Okay, x 0 ആണെങ്കിൽ y എന്ന് പറയുന്നത് 0 വരാൻ പാടില്ല. y 0 വന്നു കഴിഞ്ഞാൽ ഇത് ഡിഫൈൻഡ് അല്ലല്ലോ. എക്സും 0 വൈയും 0 ആയി കഴിഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. x ഈക്വൽ ടു 0, y നോട്ട് ഈക്വൽ ടു 0 അങ്ങനെ പറയണം. ദാറ്റ് ഈസ് ദി പോയിന്റ് ഓൺ ദി എക്സ് 0 ആവുന്ന ഇതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൺ ഇമാജിനറി ആക്സിസ്. ഓക്കെ, ഓൺ ഇമാജിനറി ആക്സിസ് ഒറിജിൻ കളയണം, y 0 ആവുന്നില്ല. യു വൈ ഈക്വൽ ടു നെഗറ്റീവ് വി എക്സ് ആവുന്നത് എപ്പോഴാണ് നോക്കാം. യു വൈ എന്ന് പറയുന്നത് y ബൈ സ്ക്വയർ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ. അത് നെഗറ്റീവ് വി എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അത് 0 ആവുന്നത് എപ്പോഴാണ്? ന്യൂമറേറ്റർ y 0 ആകുമ്പോഴാണ്. y 0 ആവണം, ഒപ്പം തന്നെ x 0 വരാൻ പാടില്ല. കാരണം വൈയും എക്സും ഒരുമിച്ച് 0 വന്നു കഴിഞ്ഞാൽ ഈ റേഷ്യോ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 0 എക്സിസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. സോ y ഈക്വൽ ടു 0 and x not equal to 0. Okay, that is on real axis. അപ്പോൾ നോക്കൂ, കോഷി റിമാൻ ഇക്വേഷൻസിൻ്റെ ആദ്യത്തെ ഇക്വേഷൻ, 2 ഇക്വേഷനാണല്ലോ കോഷി റിമാൻ ഇക്വേഷൻസിലുള്ളത്. കോഷി റിമാൻ ഇക്വേഷൻസിലെ ആദ്യത്തെ ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു വി വൈ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇമാജിനറി ആക്സിസിലുള്ള പോയിന്റുകൾക്കാണ്. രണ്ടാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് റിയൽ ആക്സിസിലുള്ള പോയിന്റുകൾക്കാണ്. ഓക്കെ, അപ്പോൾ റിയൽ ആക്സിസിലുള്ള പോയിന്റിന് ആദ്യത്തേത് സാറ്റിസ്ഫൈ ഇല്ല, ഇമാജിനറി ആക്സിസിലുള്ള പോയിന്റിന് രണ്ടാമത്തേതും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ കോഷി റിമാൻ ഇക്വേഷൻസ് എവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ.
So CR equations are not satisfied. CR equations are not satisfied. Are not satisfied anywhere അല്ലേ എവിടെയും സാറ്റിസ്ഫൈ എന്നല്ല എനിവേർ എനിവേർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്തല്ല ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക് ഓക്കെ ദെർഫോർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് ഈസ് നോവെയർ അനലിറ്റിക് ഈസ് നോവെയർ അനലിറ്റിക് എവിടെയും അനലിറ്റിക് അല്ല ഈസ് നോവെയർ അനലിറ്റിക് ഓക്കെ അടുത്തത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ ഈസ് നോവെയർ അനലിറ്റിക് നമുക്ക് കാണാം ഇതിൻ്റെ റിയൽ പാർട്ട് എന്താണ് വരിക യു ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എഫ് സെഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ബാർ ഈസ് സി എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ മീൻസ് എക്സ് മൈനസ് ഐ വൈ അല്ലേ എക്സ് മൈനസ് ഐ വൈ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആകുമ്പോൾ സെഡ് ബാർ എക്സ് മൈനസ് ഐ വൈ സോ വാട്ട് ഈസ് റിയൽ പാർട്ട് ഈസ് എക്സ് ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് നെഗറ്റീവ് വൈ ഓക്കെ സോ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കമ്പ്യൂട്ട് ചെയ്യാം ദെൻ what is u sub x? u sub x is 1, u sub y equal to 0. Okay, v യുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് vx എന്ന് പറയുന്നത് 0, vy എന്ന് പറയുന്നത് നെഗറ്റീവ് 1. ഓക്കെ നോക്കൂ സോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് അല്ലേ ദേ ആർ കണ്ടിന്യൂസ് വൈ ദേ ആർ കണ്ടിന്യൂസ് ബിക്കോസ് ദേ ആർ കോൺസ്റ്റൻസ് ഓക്കെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് and continuous everywhere okay continuous everywhere എവിടെയും കുഴപ്പമൊന്നുമില്ല എക്സിസ്റ്റൻസിന് ഒരു കുഴപ്പമില്ല എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കോൺസ്റ്റൻ്റ് ആണ് പക്ഷേ കോഷി റീമാൻ ഇക്വേഷൻസ് ശരിയാവുന്നുണ്ടോ ഇല്ല യു എക്സ് ഈക്വൽ ടു വി വൈ ശരിയാവുന്നില്ല യു എക്സ് 1 ആണ് വി വൈ നെഗറ്റീവ് 1 ആണ് സോ ദേ ആർ നോട്ട് ഈക്വൽ ബട്ട് യു എക്സ് നോട്ട് ഈക്വൽ ടു വി വൈ ദാറ്റ് ഈസ് CR equations are not satisfied. CR equations are not satisfied anywhere എവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല anywhere therefore f of z equal to z bar is nowhere analytic okay അടുത്തത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് എവ്രിവെയർ ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണ് അങ്ങനെ കാണാം നമുക്കിതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ സോ വാട്ട് ഈസ് യു therefore u equal to real part of f what is that x and v equal to imaginary part of f what is that y okay so partial derivatives compute ചെയ്യുന്നു ux എന്ന് പറയുന്നത് 1 ആണ് uy എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y യുവിൻ്റെ ദാറ്റ് ഈസ് 0 ഓക്കെ വിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആണ് വിത്ത് റെസ്പെക്ട് ടു y ആകുമ്പോൾ അത് 1 ആണ് ഓക്കെ സോ all are exist and continuous okay and continuous everywhere in the plane okay everywhere in C ശരിയല്ലേ കാരണം കോൺസ്റ്റൻസ് ആണല്ലോ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ആർ കണ്ടിന്യൂസ് എവരിവെയർ അപ്പോൾ അതുകൊണ്ട് തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു കണ്ടിന്യൂറ്റി ഉണ്ട് ഇനി കോഷി റീമാൻ ഇക്വേഷൻസ് ശരിയാവുന്നുണ്ടോ യു എക്സ് ഈക്വൽ ടു വി വൈ ശരിയാവുന്നുണ്ട് 1 ആണ് യു എക്സും വി വൈയും രണ്ടും സെയിം ആണ് യു വൈ ഈക്വൽ ടു നെഗറ്റീവ് വി എക്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഉണ്ട് കാരണം യു വൈ 0 ആണ് വി എക്സും 0 ആണ് അപ്പോൾ വി എക്സിൻ്റെ നെഗറ്റീവ് എടുത്താലും 0 ആണ് സോ ദേ ആർ സെയിം ഓൾസോ യു എക്സ് ഈക്വൽ ടു വി വൈ ദാറ്റ് ഈസ് ട്രൂ and uy equal to negative vx uy equal to negative vx are satisfied അല്ലേ എവ്രിവെയർ ഇൻ സി എല്ലാ പോയിന്റിലും സോ കോഷി റീമാൻ ഇക്വേഷൻസ് ആർ സാറ്റിസ്ഫൈഡ് എവ്രിവെയർ ഇൻ സി അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക് ആണ് therefore f of z equal to z identity function is analytic everywhere in C everywhere in C സിയിലെ എല്ലാ പോയിന്റിലും കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണ് ഇങ്ങനെ കോംപ്ലക്സ് പ്ലെയിനിൽ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് ഒരു പ്രത്യേക പേരുണ്ട് they are called entire functions
See the definition of entire function. A complex function that is analytic everywhere in the complex plane C is called an entire function. ഇപ്പോൾ നമ്മൾ എൻ്റയർ ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കണ്ടു, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എൻ്റയർ ആണ്, കാരണം എല്ലായിടത്തും അനലിറ്റിസിറ്റി നമ്മൾ ചെക്ക് ചെയ്തല്ലോ. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൾ ടു സെഡ് എൻ്റയർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ്, സമ്മ് ഇതെല്ലാം ഡിഫറൻഷ്യബിൾ ആണ് വീണ്ടും. അപ്പോൾ എഫ് സെഡ് ഈക്വൾ ടു സെഡ് എൻ്റയർ ആണെങ്കിൽ സെഡിൻ്റെ ഏതൊരു ഇൻറ്റിജർ പവറും എൻ്റയർ തന്നെയാണ്. സെഡ് സ്ക്വയർ, സെഡ് ക്യൂബ് അതൊക്കെ എൻ്റയർ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലീനിയർ കോമ്പിനേഷൻസും എൻ്റയർ ആയിരിക്കും. അഥവാ ഏതൊരു പോളിനോമിയലും എൻ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. എവരി പോളിനോമിയൽ function is an entire function. That is analytic everywhere in the complex plane. Okay, is an entire function. Right? അപ്പോൾ എൻ്റയർ ഫംഗ്ഷൻസിന് നമുക്ക് എക്സാമ്പിൾ ആയി. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും എൻ്റയർ തന്നെയാണ്. എൻ്റയർ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആവുന്ന ഫംഗ്ഷൻസ്. So next problem, show that the function f of z equal to 2x square plus y plus I into y square minus x is not analytic at any point. ഒരു പോയിന്റിലും അനലിറ്റിക് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? കോഷി-റീമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, സോ വാട്ട് ഈസ് u here? Here u is the real part. What is that? 2x square plus y. Okay, and v is the imaginary part of the function, that is y square minus x. പിന്നെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാം. Then what is partial derivatives of u? U sub x, partial derivative with respect to x of u is 4x. Okay, and partial derivative of u with respect to y is 1. Partial derivative of v with respect to x is -1. Partial derivative of v with respect to y is 2y. അപ്പോൾ ഈ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കൂ, പോളിനോമിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. u sub x, u sub y, v sub x, v sub y are all continuous. Everywhere in C. Why? Because they are polynomials. Okay, പക്ഷേ കോഷി-റീമാൻ ഇക്വേഷൻസ് ശരിയാവുന്നുണ്ടോ നോക്കൂ. യു എക്സ് വി വൈ ഈക്വൽ ആവുമോ? അതായത് 4x ഈക്വൽ ടു 2y ഈക്വൽ ആവുമോ? അത് ഈക്വൽ ആവുന്ന പോയിന്റ് എക്സും വൈയും 0 വന്നാൽ മാത്രം അത് ഈക്വൽ ആവുള്ളൂ. ഓക്കെ, അതുപോലെ യു വൈ ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ആണോ? യു വൈ ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, കാരണം യു വൈ 1 ആണ്, വി എക്സ് നെഗറ്റീവ് 1 ആണ്. അപ്പോൾ വി എക്സിൻ്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് യു വൈനോട് ഈക്വൽ ആവുന്നുണ്ട്. അപ്പോൾ കോഷി-റീമാൻ ഇക്വേഷൻസിലെ രണ്ടാമത്തെ ഇക്വേഷൻ എല്ലായിടത്തും ട്രൂ ആവുന്നുണ്ട്, പക്ഷേ ആദ്യത്തെ ഇക്വേഷൻ ട്രൂ ആവുന്നത് 0യിൽ മാത്രമാണ്. ഓക്കെ, വി സി ദാറ്റ് യു എക്സ് ഈക്വൽ ടു വി വൈ implies that 4x has to be equal to 2y. Okay, it holds only when x equal to 0 and y equal to 0. അതായത് that is at z equal to 0. z equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ കോഷി-റീമാൻ ഇക്വേഷനിലെ ആദ്യത്തെ ഇക്വേഷൻ ട്രൂ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കോഷി-റീമാൻ ഇക്വേഷൻ വേറെ എവിടെയും ട്രൂ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താവാൻ പറ്റില്ല? അനലിറ്റിക് ആവാൻ പറ്റില്ല. Therefore the given function fz is not analytic at any point. It's not analytic at any point. ഒരു പോയിന്റിലും അനലിറ്റിക് ആവില്ല. Okay, right? So this function is not analytic at any point because Cauchy-Riemann equations are not satisfied. Okay, problems നോക്കൂ. Show that the given function is not analytic at any point. താഴെ ഒരു 6 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 6 ഫംഗ്ഷൻസും സിയിൽ ഒരു പോയിന്റിലും അനലിറ്റിക് ആവില്ല എന്നുള്ളതാണ് കാണിക്കേണ്ടത്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഇസഡ്. റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യു എന്ന് പറയുന്നത് എക്സ് ആണ്, വി എന്ന് പറയുന്നത് 0 ആണ്. കോഷി-റീമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്യുക. യു ക്യാൻ സീ ദാറ്റ് കോഷി-റീമാൻ ഇക്വേഷൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് എനിവെയർ. അതുപോലെ തന്നെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ വൈ, ദാറ്റ് ഈസ് യു ഈസ് 0 ആൻഡ് വി ഈക്വൽ ടു വൈ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദിസ് ഇസ് പ്രിസൈസ്ലി മോഡ് സെഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നെയാണ്, ഇമാജിനറി പാർട്ട് 0 ആണ്. You may verify the Cauchy-Riemann equations. Okay,
ആൻഡ് നാലാമത്തേതിലോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു വൈ പ്ലസ് ഐ എക്സ് പ്ലസ് ഐ വൈ അല്ല, എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുമ്പോൾ സെഡ് ആണ്, അത് അനലിറ്റിക് ആണ്, എൻറ്റയർ ഫംഗ്ഷനാണ്, നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈയിലെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ ഫംഗ്ഷനിൽ ചെയ്തിരിക്കുന്നത്, വൈ പ്ലസ് ഐ എക്സ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താവില്ല, അനലിറ്റിക് അല്ല എന്നാണ് കാണിക്കേണ്ടത്. കോഷി-റീമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്താൽ മതി. കോഷി-റീമാൻ ഇക്വേഷൻസ് എവിടെയും സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അഞ്ചാമത്തേതിൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 4z മൈനസ് 6z ബാർ പ്ലസ് 3. ഇവിടെ സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക, എന്നിട്ട് അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും വേർതിരിച്ച് എഴുതിയിട്ട് കോഷി-റീമാൻ ഇക്വേഷൻസ് എവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. ഒരു കാര്യം ഓർക്കുക, ഒരു ഫംഗ്ഷനകത്ത് സെഡ് ബാർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഒരിക്കലും അനലിറ്റിക് ആവില്ല. കാരണം സെഡ് ബാർ അനലിറ്റിക് അല്ല, നമ്മൾ കണ്ടതാണ് നേരത്തെ. സെഡ് ബാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും അനലിറ്റിക് ആവില്ല. എഫ് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് സെഡ് ഇൻറ്റു സെഡ് ബാർ ആണ്, അത് അനലിറ്റിക് അല്ല. ഓക്കെ, അപ്പോൾ സെഡ് ബാർ എവിടെയെങ്കിലും ഒരു എക്സ്പ്രഷനിൽ ഉണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന് അനലിറ്റിക് ആവാൻ പറ്റില്ല. ഇനി സിക്സ്ത് വൺ നോക്കൂ, അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എക്സ്പ്ലിസിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. കോഷി-റീമാൻ ഇക്വേഷൻസ് എവിടെയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാം ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ പറയാം. അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസ്. സോ നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ഷോ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ഡൊമൈൻ. ഒരു 4 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഈ 4 ഫംഗ്ഷൻസും അനലിറ്റിക് ആവുന്നുണ്ട്. അനലിറ്റിക് ആവുന്നത് ഏത് ഡൊമൈനിലാണെന്നും കൂടെ പറയണം. അതായത് കോഷി-റീമാൻ ഇക്വേഷൻസ് എവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയാൽ മതിയാവും. അപ്പോൾ എല്ലാ ഫംഗ്ഷൻ്റെയും റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ ആദ്യത്തെ ഫംഗ്ഷനിൽ ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ, വി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രോബ്ലത്തിൽ യു എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് കോസ് വൈ ആണ്, വി എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ ഇതിൽ കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് ഡൊമൈനിലാണെന്ന് നോക്കുക, ആ ഡൊമൈനിൽ ത്രൂ ഔട്ടായിട്ട് ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. ഈ ആദ്യത്തെ ഫംഗ്ഷൻ ഓർത്ത് വയ്ക്കണം, നമ്മൾ എലമെൻ്ററി ഫംഗ്ഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തേതിലും യു എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, വി എന്ന് പറയുന്നതുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ച് കോഷി-റീമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്യുക. അത് തന്നെയാണ് ബാക്കിയുള്ള പ്രോബ്ലംസിനും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ പറയണം. നോക്കൂ, ഈ പ്രോബ്ലത്തിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 3x മൈനസ് വൈ പ്ലസ് 5 പ്ലസ് ഐ എ എക്സ് പ്ലസ് ബി വൈ മൈനസ് 3 ഇസ് അനലിറ്റിക്, ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. അടുത്ത പ്രോബ്ലം അതേപോലെയുള്ള പ്രോബ്ലം തന്നെയാണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് വൈ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് ഐ സി എക്സ് സ്ക്വയർ പ്ലസ് ഡി എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈസ് അനലിറ്റിക്, ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കോൺസ്റ്റൻറ്റ്സ് എ ബി സി ഡി. ഓക്കെ, അപ്പോൾ ഇവിടെ അനലിറ്റിക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനലിറ്റിസിറ്റിയുടെ കണ്ടീഷൻ അഥവാ കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കോഷി-റീമാൻ ഇക്വേഷൻസ് ഈക്വേറ്റ് ചെയ്ത് ഇവിടെ ഈ കോൺസ്റ്റൻസ് കാണാവുന്നതേ ഉള്ളൂ. ഇവിടെ യു എന്ന് പറയുന്നത് 3x മൈനസ് വൈ പ്ലസ് 5, വി എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ മൈനസ് 3. യുവിൻ്റെ 2 ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കമ്പ്യൂട്ട് ചെയ്യുക, വിയുടെയും 2 ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കമ്പ്യൂട്ട് ചെയ്യുക, കോഷി-റീമാൻ ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രോബ്ലത്തിൽ സിംപ്ലിഫിക്കേഷൻ അധികം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ അതിൻ്റെ വാല്യൂ കിട്ടും. കാരണം എയും ബിയും കിടക്കുന്നത് വി എന്ന് പറയുന്ന പാർട്ടിലാണ്, എയിൽ യു എന്ന് പറയുന്ന പാർട്ടിലില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂസ് റെഡിലി അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ രണ്ടാമത്തേതിന് ചിലപ്പോൾ കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് ഉണ്ടാവും. കാരണം ഇവിടെ യുവിലും എ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻസ് വരുന്നുണ്ട്, അതുപോലെ വി എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടിലും കോൺസ്റ്റൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടി വരും, 2-3 ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടി വരും. അത് ചെയ്ത് നോക്കുക കേട്ടോ. അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് നിങ്ങൾക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക, ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക, നമുക്കത് നോക്കാം. ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ പറയാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.